സ്വർഗീയ പിതാവേ, തിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല കുടുംബങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അന്ത്യകാലത്ത് സകല മനുഷ്യരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ നല്ല കർത്താവെ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ പകരേണ്ടതിനായി ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന കർത്താവെ, ആമേൻ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരുണ്ട്, പുത്തൻ വഴികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തുറക്കപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ദേശത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജില്ലയുടെ മേൽ അങ്ങയുടെ അനുഗ്രഹത്തെ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ സംസ്ഥാനത്തിന്മേൽ യേശുവെ അങ്ങയുടെ അനുഗ്രഹത്തെ അങ്ങ് പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ രാജ്യത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അങ്ങയുടെ അനുഗ്രഹത്തെ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രാജ്യത്തെയും അങ്ങ് സൗഖ്യമാക്കി അനുഗ്രഹിക്കണം. അങ്ങയുടെ ആത്മാവിനെ കർത്താവെ സകലയിടത്തും കർത്താവ് സകലരിലും അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു രാജ്യത്തെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ പിതാവേ, ഇന്നേ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, സ്ത്രീ സമൂഹത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഷ്ടതയിലൂടെ, ഭാരത്തിലൂടെ, ദുഃഖത്തിലൂടെ, അതിവേദനയാൽ വിഷമിക്കുന്നവരെ, ചതിക്കുഴികളിൽ അകപ്പെട്ടു പോയവരെ യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യവും സമൃദ്ധമായ ജീവനും ഓരോ വ്യക്തിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനാഥരെ, വിധവമാരെ, അശരൻ്റെ, ദുഃഖിതരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികൾക്കും കരുതലും സംരക്ഷണം ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരുടെ യാത്രകൾ ക്ഷേമമാകട്ടെ, അനർത്ഥം കൂടാതെ സംരക്ഷിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഇൻ്റർവ്യൂവിനും ടെസ്റ്റും എക്സാമിനുമായി പോകുന്ന ഓരോ വ്യക്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്നത്തെ കാര്യങ്ങളിലെല്ലാം അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണം, മികവിൻ്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർക്കായി, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരുതലും സംരക്ഷണം അവർക്ക് ലഭിക്കട്ടെ, അവിടുത്തെ ആലോചനയാൽ അവരെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി കൊടുത്ത് അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവായ യേശുവെ, ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. Lord Jesus, we pray this morning for each of our brothers and sisters. Just Lord God, we just pray for each one of them today, Lord God. We pray that you should bless the food and water of our homes today, Lord Jesus. We pray for your divine presence to be with us wherever we're going today, Lord God. Lord God, we pray for people going for job interviews on this day. We pray and we bless them, Lord. Lord, we pray for new doors, new ventures to open up for them. We pray for opening a new business, new offices today, Lord. Bless them, each one of them, Lord God, we pray. Lord God, we pray for sons and daughters who are going to schools, college, universities on this day, Lord. Lord, we pray for them road safety for each one of them, Lord God, to take them from home and bring them back safely, Lord God, we pray. Lord Jesus, we just pray for their education, Lord. We pray for the ones who are teaching them, Lord. Bless them and their families, O Lord Jesus. Lord, we pray, Lord, you help our students excel in their academics, O Lord. Lord Jesus, we just pray, Lord, for the ones going for exams on this day. Lord, we pray for them to get good required scores for each one of them, O Lord God. Bless them, O Lord God, we pray. All this we ask your holy name, pray, amen. ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭവനത്തിൽ പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. രോഗത്തിന്റെ അവസ്ഥയിലുള്ളവർ, ഡോക്ടർമാർ ഉപേക്ഷിക്കോട്ട് ഭവനത്തിൽ വന്നവരുണ്ട്. നാളുകളായി കിടപ്പ് രോഗികളുണ്ട്, കടന്ന് ശരീരം പൊട്ടിയവരുണ്ട്, ആഹാരം കഴിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട്, വേദനയും പ്രയാസവും മൂലം ഉറങ്ങാത്തവരുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ അടിമകളായി നാട്ടിലും വീട്ടിലും ബഹളങ്ങൾ ഉണ്ടാക്കുന്നവർ, സാമ്പത്തികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ജപ്തിയുടെ പക്കത്തായിരിക്കുന്നവർ, ഇന്ന് കൊടുക്കേണ്ട പണത്തെക്കുറിച്ച് പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഹോസ്പിറ്റലിലായിരിക്കുന്ന ഓരോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പല വാർഡുകളിൽ പല രോഗത്താൽ പ്രയാസപ്പെടുന്നവർ, കർത്താവെ, ഐസിയുലും വെന്റിലേറ്ററിലും ആയിരിക്കുന്നവരുണ്ട്, അപകടങ്ങൾ സംഭവിച്ചു വന്നവരുണ്ട്, കർത്താവെ, ഓപ്പറേഷൻ നടക്കുന്നവരുണ്ട്, കീമോ നടക്കുന്നവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, പല ടെസ്റ്റുകൾക്ക് വിധേയരാകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് കാൽവരി കുരിശിൽ തകച്ചെടുത്ത ദൈവിക സൗഖ്യം വിജയ കർത്താവെ ഓരോരുത്തരേക്ക് വന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്കൂളിലേക്ക് വന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലി സ്ഥലത്തേക്ക് പോകുന്നവരുണ്ട്, ജോലി കഴിഞ്ഞ് തിരിച്ച് ഭവനത്തിലേക്ക് പോകുന്നവർ, ദീർഘദൂരം യാത്ര ചെയ്യുന്നവർ, ആകാശത്തിലും വെള്ളത്തിലും കരയുടെ യാത്ര ചെയ്യുന്നവർ, യാത്രികങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളുടെ പ്രവർത്തികളെ സാധ്യമാക്കി കൊടുക്കുന്ന എൻ്റെ കർത്താവെ, ഇന്ന് നടക്കുന്ന സകല കാര്യങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവേ, കർത്താവിന്റെ നാമത്തിൽ സകല രോഗികളെയും സൗഖ്യമാക്കുന്നു. ആക്സിഡന്റ് വന്ന് കിടക്കുന്നവരെ കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. പൊള്ളലേറ്റവരെ യേശുവേ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നവരെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ക്യാൻസർ ബാധിച്ച കർത്താവെ, കെമോതെറാപ്പി, റേഡിയേഷൻ എടുക്കുന്നവരെ കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. വളരെ ക്ഷീണിതരായിട്ട് തീർന്നിരിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സൗഖ്യം, ദൈവിക ജീവനും ആ മക്കളുടെ മേൽ ഇപ്പോൾ കൊണ്ടുവരുന്നു. അവരിപ്പോൾ സൗഖ്യം
സൗഖ്യമാവട്ടെ. ആ ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ സൗഖ്യമാവട്ടെ. മുഴകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. അത് ഉരുകി മാറുവാൻ കൽപ്പിക്കുന്നു. കർത്താവ് വയറ്റിൽ വരുന്ന എല്ലാ ക്യാൻസർ രോഗത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ ഇപ്പോൾ ഞങ്ങൾ സൗഖ്യമാകുന്നു. വിവിധ ആശുപത്രിയിൽ കഴിയുന്ന സകല രോഗികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കിഡ്നി ഇപ്പോൾ സൗഖ്യമാകുന്നു. ആ ലിവർ പ്രോബ്ലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറ്റുന്നു. ആ ലിവറിന്റെ കർത്താവെ ഗ്രോത്ത് വന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. ആ മഞ്ഞപ്പിത്തം മാറാൻ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ലങ്സ് ക്ലിയർ അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ ഇപ്പോൾ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. സകല രോഗികളെയും സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലോകത്തിലെവിടെയായിരുന്നാലും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ഒരിക്കൽ പ്രിയങ്കലൈന 4119 ദിവസത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ അനേക പ്രിയപ്പെട്ടവർ നമ്മോടുകൂടെ ഈ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. യേശുവിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ദൈവശക്തി അനേകരിലേക്ക് എത്തിച്ചേരുന്നു. പ്രത്യേകിച്ച് സൗഖ്യമില്ലാതെ വിഷമിക്കുന്നവരെ, മാനസിക ദുഃഖത്തിലൂടെ പോകുന്നവരെ, സാമ്പത്തിക തകർച്ചയിലായിരിക്കുന്നവരെ, അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആ തങ്കച്ചായ നമുക്ക് ലഭിക്കുന്നത്. ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്നു. കോട്ടയത്ത് നിന്നും ഒരു സഹോദരി നമ്മളെ അറിയിച്ച സാക്ഷ്യം, മകൾക്കും അമ്മയ്ക്കും രണ്ടുപേർക്കും ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ പോകുന്ന സമയത്തായിരുന്നു ആ കുടുംബത്തിൽ തന്നെ മറ്റൊരു വ്യക്തി പ്രേയിങ് കേരളയിൽ ഈ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത്. നമുക്കറിയാം, ലഭിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും അവരുടെ പേരും സ്ഥലവും എഴുതി ഈ ഓൾട്ടറിലേക്ക് കൊണ്ടുവരുന്നു. അനേകർ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ രണ്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ചേർന്ന് പ്രാർത്ഥിച്ചു. തങ്കച്ചായ അത്ഭുതം കർത്താവ് പ്രവർത്തിച്ചു. രണ്ടുപേരെയും യേശു സൗഖ്യമാക്കി. ഇപ്പോൾ അമ്മയ്ക്കും മകൾക്കും ലഭിച്ച റിപ്പോർട്ടുകളെല്ലാം നോർമലായി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയും അറിയിച്ചിരിക്കുന്നു. പ്രിയങ്കരയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയങ്കര കുടുംബാംഗങ്ങളുടെ അകത്തുള്ള ഉറപ്പും വിശ്വാസവും പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന നമ്മുടെ യേശു കർത്താവാണ്. തൃശ്ശൂർ നമ്മുടെ കുടുംബം നടക്കുമ്പോഴത്തേക്കിന് അവിടെ ഒരു മാതാവ് വന്ന് സാക്ഷ്യം പറഞ്ഞിങ്ങനെയാണ്. അവരുടെ കസിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ ഈ മഞ്ഞപ്പിത്തം കൂടുതലായിട്ട് വളരെ സീരിയസ് ആണ്, ഡോക്ടർമാർ രക്ഷയില്ലെന്നാണ്. ആ സഹോദരി നമ്മുടെ പ്രിയങ്കര വന്നപ്പോൾ പ്രാർത്ഥിച്ച എണ്ണയും വെള്ളം ഉണ്ടായിരുന്നു. ആ എണ്ണ കൊണ്ട് ആ ഐശ്വര്യ വാതിൽ ചെന്നിട്ട് ആ നേഴ്സിൻ്റെ അരികെ പറഞ്ഞു, ഈ എണ്ണ ഒരു തുള്ളി കൊണ്ടുവന്ന് ആ രോഗിയുടെ ദേഹത്തൊന്ന് ശരീരത്തെ തൊട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആ സഹോദരി വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ സാക്ഷ്യം പറഞ്ഞത് അസാധ്യമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ എണ്ണ കൊണ്ട് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ സൗഖ്യമായി. വളരെ സന്തോഷത്തോടെ ആ കാര്യം പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ലൂക്കോസ് 1:37 നമ്മൾ വായിക്കുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇന്നും അല്പസമയത്തിനകം തന്നെ നമ്മൾ എണ്ണയും വെള്ളവും എടുത്ത് പ്രാർത്ഥിക്കുന്ന തങ്കച്ചായ. അതുപോലെ തന്നെ ഒരു സാക്ഷ്യമാണ് ഇത് ചെങ്ങന്നൂരിൽ നിന്നും ഒരു സഹോദരിക്ക് അറിയിക്കാനുള്ളത്. ഇവരുടെ ഭർത്താവ്
ഭർത്താവിന് കാർഡിയാക് അറസ്റ്റ് വന്ന് 3 ദിവസമായിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്നു. 3-ാമത്തെ ദിവസം ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി ഒന്നും ചെയ്യുവാനില്ല, അറിയിക്കാനുള്ളവരെ എല്ലാം അറിയിച്ചുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന സമയത്തായിരുന്നു ഈ കുടുംബത്തിനോട് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന സൗഖ്യം നൽകുന്ന യേശുവിനെക്കുറിച്ച് ഈ പ്രാർത്ഥനയിൽ പതിവായി പങ്കെടുക്കുന്ന ഒരു വ്യക്തി ഈ കുടുംബത്തോട് പറഞ്ഞത്. മാത്രമല്ല ഈ പ്രാർത്ഥന അറിയിച്ച ആ വ്യക്തി തന്നെ തങ്കച്ച അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന പ്രേംഗ്യാലയം ലഭിച്ച ഒരു ബോട്ടിൽ എണ്ണയുണ്ടായിരുന്നു, അത് ഇവരുടെ കരങ്ങളിൽ കൊടുത്തു. അതിനുശേഷം അവർ ആ ഡോക്ടേഴ്സിന് അനുവാദത്തോടു കൂടി അകത്ത് കടന്ന് ആ ഭർത്താവിൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി എണ്ണ പുരട്ടി യേശുവിനോട് പ്രാർത്ഥിച്ചു. സംഭവിച്ചത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവ് ആ പ്രിയ സഹോദരനെ സൗഖ്യമാക്കി ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. സന്തോഷത്തോടായിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയും അറിയിച്ചിരിക്കുന്നു. നമ്മുടെ പുനലൂർ കുടുംബം നടക്കുമ്പോൾ അവിടെ ഒരു മാതാവ് ഒന്ന് സാക്ഷ്യം പറഞ്ഞെങ്ങനെയാണ്, അവിടെ കാൽമുട്ടിന് കൈമുട്ടിന് ഭയങ്കര വേദനയാണ്, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ പറഞ്ഞു എനിക്ക് ആഹാരം പോലും വാരി കഴിക്കാൻ പറ്റുന്നില്ല, അതുപോലെ വേദനയാണെന്നാണ്. പക്ഷെ പ്രെയിങ്കർ എന്ന് ലഭിച്ച എണ്ണ തേച്ച് യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആ മാതാവ് എന്ന് പറഞ്ഞത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ കൈയുടെ പ്രയാസങ്ങളെല്ലാം എൻ്റെ യേശു കർത്താവ് മാറ്റി. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം തങ്കച്ച. രാവിലെ നടക്കുന്ന ഈ പ്രാർത്ഥനയിലും ആരാധനയിലും അപ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ മാസവും 2-ാമത്തെ ആഴ്ച വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയും ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ടല്ലോ. ആ സ്തോത്രം, അതിലൊക്കെ അനേകർ പങ്കെടുക്കുകയും കർത്താവ് നൽകുന്ന സൗഖ്യമൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. ഇത് എറണാകുളത്തും ഒരു സഹോദരി നമ്മളെ അറിയിച്ചത്, പരിചയത്തിലുള്ളൊരു വ്യക്തി 24 വയസ്സ് ആക്സിഡൻറ്റ് പറ്റി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ 7 ദിവസമായിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്തായിരുന്നു ഇതുപോലെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഈ മകൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത്. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ആ മകനെ സൗഖ്യമാക്കി വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്നു, ഡിസ്ചാർജ് ചെയ്ത് ഇപ്പോൾ വീട്ടിൽ വന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയും അറിയിച്ചിരിക്കുന്നു. നമ്മുടെ കോവിഡിന് മുമ്പ് തൃശ്ശൂർ കുടുംബം നടക്കുമ്പോൾ അവിടെ ഒരു മാതാവ് വന്ന് സാക്ഷ്യം പറഞ്ഞെങ്ങനെയാണ്, അവരുടെ അടുത്തുള്ള സഹോദരി വന്നിട്ട് ഒരു മാസത്തിന് 3 പ്രാവശ്യം ഒരു ആശുപത്രി പോയി 2 ഓപ്പറേഷൻ കഴിഞ്ഞു. അത് അവിടുന്ന് സൗഖ്യമാകാൻ അവർ പറഞ്ഞു എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകണം, അവിടെ വിദേശത്ത് നിന്ന് ഡോക്ടർ വരുന്നുണ്ട്, അവിടെ പോയി കാണിക്കുമെന്ന് പറഞ്ഞ് അവർ എറണാകുളത്തിന് പോയി. ആ എറണാകുളത്തിന് പോകുമ്പോഴാണ് വ്യാഴാഴ്ച ദിവസം നമ്മുടെ കുടുംബയോഗത്തിൽ വന്ന് പറഞ്ഞു ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മിക്കവാറും അടുത്തൊരു ഓപ്പറേഷൻ ഉണ്ട്, ആ ഓപ്പറേഷൻ സൗഖ്യമാകാൻ വേണ്ടിയിട്ട്. ആ ഡോക്ടർ വന്നു പരിശോധിച്ചു, ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രെയിങ്കറിൽ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വീണ്ടും ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു ഇത് ഓപ്പറേഷൻ നടക്കേണ്ട ആവശ്യമില്ല. ആ സഹോദരി അടുത്ത പ്രാവശ്യം വന്ന് പറഞ്ഞത് എന്ന് ഓപ്പറേഷൻ നടന്നു. നമ്മൾ കഴിഞ്ഞ മാസം പ്രെയിങ്കറുടെ ആ ശിശുഭവനിൽ നമ്മുടെ കുടുംബയോഗം നടക്കുമ്പോൾ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ യേശു കർത്താവ് ഓപ്പറേഷൻ ചെയ്തു, പൂർണ്ണ സൗഖ്യമായി എന്ന്. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഓരോ കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകുന്ന സൗഖ്യവും വിടുതലും ഒക്കെ അനേകരിലേക്ക് എത്തിച്ചേരട്ടെ തങ്കച്ച. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ മാസം നമുക്ക് ഒരു കുടുംബയോഗം കൊണ്ട് നടക്കാനായിട്ടുണ്ട്. തിരുവല്ലയിൽ വെച്ച് നമ്മുടെ കുടുംബയോഗം നടക്കുന്നു, അതിന്റെ വിവരവും കൂടെ ഒന്ന് അറിയിച്ചാട്ടെ. ദൈവത്തിന് നമ്മുടെ കുടുംബയോഗം വന്നിട്ട് നാളെ നമുക്കറിയാം തിരുവല്ലയിലാണ്. തിരുവല്ല ടൗണിൽ തന്നെയുള്ള ബിലീവേഴ്സ് യൂത്ത് സെന്ററിലാണ്. നമുക്കറിയാം കഴിഞ്ഞ മാസമൊക്കെ ചില ബിലീവേഴ്സ് കേൾക്കുമ്പോഴത്തേന് ബിലീവേഴ്സ് ചർച്ചിന്റെ അവിടെ പോയിട്ടുണ്ട്. ഇത് തിരുവല്ല ടൗണിൽ തന്നെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെയാണ് ബിലീവേഴ്സ് യൂത്ത് സെന്റർ. നമുക്ക് അവിടെ വഴി നോക്കിയാൽ LIC എന്ന് പറഞ്ഞ് ബോർഡുണ്ട്, അതിന് നേരെ എതിർവശത്താണ് അവിടെ കുടുംബയോഗം. നാളെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം, കാലാവസ്ഥയൊക്കെ അനുകൂലമാകണം. തീർച്ചയായിട്ടും നടക്കുന്ന കുടുംബയോഗത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ സാമ്രർ അമേരിക്കയിലായിരിക്കുന്നു. നവംബർ 20 വരെയുള്ള സമയത്ത് അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നമ്മുടെ കുടുംബയോഗം നടക്കുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നേരിട്ട് സാമ്രറിനെ ലഭിക്കും. എവിടെ വെച്ച് അദ്ദേഹത്തെ കാണാൻ സാധിക്കും എന്ന വിവരങ്ങളൊക്കെ അതിലൂടെ അറിയാനായിട്ട് സാധിക്കും. നമുക്ക് ആ നടക്കുന്ന കുടുംബയോഗത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ തന്നെ ചെയ്യുക. കർത്താവ് നൽകുന്ന സൗഖ്യം, വിടുതൽ, സ്വാതന്ത്ര്യം, ദൈവശക്തി ഓരോ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ പ്രിയങ്കര കുടുംബങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലതരം പ്രയാസങ്ങളൂടെ കടന്നു പോകുന്നുണ്ട്. ഏത് വിഷയത്തിലായാലും കർത്താവെ എൻ്റെ അടുക്കപ്പെടുന്നവരെ ഒരു നാളും തള്ളിക്കളയത്തിൽ എന്ന് പറഞ്ഞ കർത്താവെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ നാളെ തിരുവല്ലയിൽ കർത്താവ് നടക്കേണ്ട കുടുംബയോഗം, കർത്താവെ USA നടന്നുകൊണ്ട കുടുംബയോഗങ്ങളെ, കർത്താവെ സാംബാസയുടെ യാത്രകൾ കാര്യങ്ങളെല്ലാം കർത്താവെ അവിടുന്ന് അനുകൂലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ നാളത്തെ കർത്താവെ കുടുംബത്തിൽ കാലാവസ്ഥയൊക്കെ അനുകൂലമാണ്. അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ പിതാവേ, വിവിധ രോഗത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തലകറക്കത്താൽ വിഷമിക്കുന്നവര്, മൈഗ്രെയിനാൽ വിഷമിക്കുന്നവര്, യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ അവരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവെ തൈറോയ്ഡ് നിമിത്തം വിഷമിക്കുന്നവര്, കർത്താവെ ഗോയിറ്റർ നിമിത്തം വിഷമിക്കുന്നവര്, ടോൺസിലൈറ്റിസ് നിമിത്തം വിഷമിക്കുന്നവര് ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശു അപ്പച്ചൻ തൊട്ട് സുഖപ്പെടുത്തുന്നത്
ശരീരം അനുഭവിപ്പാൻ ഇടയാകേണ്ടതിനായി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനസികമായ സംഘർഷം നിമിത്തം ഭവനങ്ങളിൽ അടയ്ക്കപ്പെട്ടവരുണ്ട്, ഡിപ്രഷൻ നിമിത്തം വേദനിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ, അവർ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. യേശു കർത്താവ് അവരെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേദനിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും അങ്ങ് ആശ്വസിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് വിവിധ ഭാരത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൊടുത്തു തീർക്കേണ്ട പണത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നവരുണ്ട്. കർത്താവെ, തക്ക സമയത്ത് ഉയർത്തുവാൻ അങ്ങയുടെ ബലമുള്ള കരത്തിൻ കീഴിൽ ഓരോ മക്കളെയും ഞങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവെ, ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. Lord Jesus, we pray this morning for each and every brother and sisters today, Lord. We pray for their homes, Lord. Bless the food and water of our homes, Lord. Every need, every wants, Lord God, we pray for them, Lord Jesus. We pray for healing, health, restorations, Master. Lord, we pray for finances, Master, that's required, Lord God. Lord, we pray for our sons and daughters, Lord God. We pray for and bless their education, Lord. Bless the teachers who's been teaching them, Lord God. We pray for students who are going for IELTS and OET exams on this day. Lord, we just pray that for them to get the required scores, Lord. We pray for the ones who are applying for visas today, Lord. We pray for the ones applying for the new passports, Master. Lord, we pray for passport visas to come forth today, Lord. We pray for the green card, Lord Jesus. We pray for residency visas. We pray for I-140 visas to come through today alone, Lord Jesus. Lord God, we pray for people going on job visas abroad today, Lord. Lord, we pray and we bless them with good jobs today, Lord. People who are seeking employment abroad and in India right now, Lord. Lord, we pray like today will be a blessed day for them, Lord God. You shall give them the favor to get the right good jobs for each one of them. We pray and we ask you to bless the work of our hands today, Lord. All we ask your holy name. Pray, man. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ നല്ലവനേ വല്ലഭനേ ആരാധനേ സന്നിജയ 91 സങ്കീർത്തനം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഒന്നിച്ച് വായിക്കുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ആമേൻ. അതെ സിനിമ 4119 ദിവസവും കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് കഷ്ടങ്ങളിൽ നമ്മുടെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് 29/10/2025 ഈ ബുധനാഴ്ച കർത്താവ് നമ്മോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും ഓരോരുത്തരെയും സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ഒരു മകളുടെ സാക്ഷ്യം കേൾക്കണേ. ഈ മകൻ്റെ കൊച്ചുമകള് 16 വയസ്സേ ഉള്ളൂ. ഈ വിദേശത്താണ്, ഇവിടെ ഉള്ളവരല്ല, വിദേശത്താണ് ഈ മകള്. ഈ മണ്ണിക്കുളത്ത് വല്യപ്പൻ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾക്ക് നട്ടെല്ലകന്ന് വേർപെട്ട് പോയി. അത് 16 വയസ്സുള്ള കൊച്ചാന്ന് ഓർത്തുണ്ട്. നടക്കാൻ മേല, ഒന്നും ചെയ്യാൻ മേല, വളരെ വിഷമിച്ച്, വളവ് വേദന. ഇപ്പം ഡോക്ടർമാരെ കാണിച്ച് പറഞ്ഞ് വലിയൊരു സർജറി ചെയ്യണം. ഇപ്പം സർജറി ചെയ്താലും നേരെ ആകണമെന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പ്രേയിങ് കേരളയിൽ ഈ ഗ്രാൻഡ് ഫാദർ വന്ന് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി പറയുക, പിറ്റ
ആഴ്ച അവിടെ പോയി ടെസ്റ്റ് ചെയ്തപ്പം ഈ മകളുടെ ആ നട്ടല് നേരെയായി. Thank God. സ്തോത്രം. ആമേൻ. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. അതെ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയുമാകുന്നു. ഇതും ബിനു നമ്മെ അറിയിച്ചത് ഇങ്ങനെയാണ്. അവരുടെ സഹോദരിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അതിനെ തുടർന്ന് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തിരുവല്ലയിൽ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലായിരിക്കുക. അപ്പോഴും ഇവരെക്കുറിച്ച് ഡോക്ടേഴ്സ് യാതൊരു പ്രതീക്ഷയും പറയാൻ ഇല്ലാതെ അവർ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ആ വെന്റിലേറ്റർ ആയിരിക്കുന്ന സമയത്ത് ഇവരറിയുന്നത് പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. അവർ ചെയ്ത കാര്യം പ്രേയിങ് കേരള നമ്പറിലേക്ക് വിളിച്ച് ആ സഹോദരിയുടെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. അതുവരെയും യാതൊരു പ്രതീക്ഷയും വേണ്ട എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് നിന്ന് കർത്താവ് ഉടൻ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. നല്ല വാർത്ത കേൾക്കാൻ സാധിച്ചു. അവർക്ക് കർത്താവ് സൗഖ്യം നൽകി കൊടുത്തു. അബോധാവസ്ഥയിൽ നിന്ന് കർത്താവ് ബോധാവസ്ഥയിലേക്ക്, മാത്രമല്ല ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡിസ്ചാർജായി ഭവനത്തിലേക്ക് വരുവാൻ സാധിച്ചു. മാത്രമല്ല ഇപ്പോൾ പൂർണ്ണ സൗഖ്യത്തോടെയും ആരോഗ്യത്തോടെയും സഹോദരി ആയിരിക്കുന്നു എന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദിയും അവർ അറിയിക്കുന്നു. ഇത് ശ്രീഭദ്രയെ അമ്മയ്ക്ക് 82 വയസ്സുള്ള അമ്മയാണ്. സ്ട്രോക്ക് വന്ന് തളർന്നു പോയി, ഒന്നും ചെയ്യാൻ വളരെ വിഷമിച്ച് കിടക്കുമ്പോഴാണ് നമ്മൾ പ്രേയിങ് കേരളയെ ആരോ പരിചയപ്പെടുത്തി കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എണ്ണ പുരട്ടി മകൾ പ്രാർത്ഥിച്ചു. ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. ആമേൻ. ഇത് നമ്മുടെ കഴിഞ്ഞ തിരുവല്ലയിലെ കുടുംബയോഗത്തിൽ അവിടെ വന്ന ആ മാതാവ് അറിയിച്ചൊരു കാര്യം ഇങ്ങനെയാണ്. അവരുടെ ഒരു കസിന് 75 വയസ്സ് പ്രായമുള്ള ഒരു പിതാവ്, അപ്പോൾ അത് 80 വയസ്സ് പ്രായമുള്ള ഒരു മാതാവിൻ്റെ കാര്യം പറഞ്ഞു. ഇത് 75 വയസ്സ് പ്രായമുള്ള ഒരു പിതാവ്. അദ്ദേഹത്തിന് ക്രിയാറ്റിൻ ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. ഒരു ദിവസം 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ഇങ്ങനെ അദ്ദേഹം വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ അമ്മ പ്രേയിങ് കേരളയിലേക്ക് വിളിച്ച് അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയിച്ചു. 2/10/2025 തിരുവല്ലയിൽ കുടുംബയോഗം നടക്കുമ്പോൾ ഈ അമ്മയെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അമ്മ വന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു യേശു. ഹല്ലേലൂയ. ആ പിതാവിന് ആ കർത്താവ് സൗഖ്യം നൽകി കൊടുത്തു. ഇപ്പൊ അദ്ദേഹത്തിന് ഡയാലിസിസും വേണ്ട, കർത്താവ് സൗഖ്യമാക്കി. പ്രാർത്ഥിച്ചതിനും എല്ലാ കുടുംബാംഗങ്ങളോടുള്ള നന്ദിയും അവർ അറിയിക്കുന്നു. ഇത് 4 വർഷം മുമ്പ് പ്രേയിങ് കേരള കാണാൻ തുടങ്ങി. അവരുടെ അനുഭവം പറയുന്നത് അവർക്ക് അവരുടെ 4 മക്കൾക്കും പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. വിദേശത്തായിരുന്നു. പക്ഷെ പ്രേയിങ് കേരളയുടെ ഉപവാസ പ്രാർത്ഥന നമുക്ക് വരുന്നുണ്ട് അല്ലേ? നവംബർ 6, 7, 8 വരുന്നുണ്ട്. നവംബർ 6, 7, 8 ഉപവാസ പ്രാർത്ഥന ഉണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവർ ചേർന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറഞ്ഞു, ഞാൻ താഴ്ചയല്ല ഉയർച്ച തന്നെ. അതെ, ഓരോ ദിവസവും നമ്മളെ ഉയർപ്പിക്കുന്ന ദൈവം, നമ്മളെ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിപ്പിക്കുന്ന ദൈവം നമ്മുടെ കൂടെ. എല്ലാവരെയും യേശു അനുഗ്രഹിച്ചു. എല്ലാവർക്കും ഇപ്പം നല്ല ജോലി. അവരുടെ തീരുമാനം അതാ. അപ്പനും അമ്മയും 4 മക്കളും ചേർന്ന് 5 ലക്ഷം രൂപ എങ്കിലും പ്രേയിങ് കേരളയ്ക്ക് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. ആമേൻ. ആ 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. നമ്മളെ ഉയർത്തുന്ന ഒരു കർത്താവിൻ്റെ അടുക്കലാണല്ലോ നമ്മൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ സണ്ണിച്ചായ നമുക്കൊന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമുക്ക് പഠിക്കുന്ന മക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ചില കുഞ്ഞുങ്ങളെയൊക്കെ എക്സാം നടക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ദൈവം അവരെല്ലാവരും സഹായിക്കട്ടെ. ആ 4 മക്കൾ ജോലി നഷ്ടപ്പെട്ടു, പക്ഷേ പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ 4 മക്കളെ അനുഗ്രഹിച്ച് ഉയർത്തിയ കർത്താവ് നമ്മുടെ എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ഉയർത്തട്ടെ. ദൈവം അവർക്ക് നല്ലൊരു ഹൃദയം കൊടുത്തല്ലോ. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതിന് അതിൻ്റെ സാമ്പത്തിക ആവശ്യത്തിൽ കൂടെ നിൽക്കുവാൻ നല്ലൊരു ഹൃദയം ദൈവം കൊടുത്തില്ല. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സണ്ണിച്ചായ ഇന്ന് നമ്മൾ 4119 ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ പ്രേയിങ് കേരളയും വലിയൊരു സാമ്പത്തികമായ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാർവസ്റ്റ് ടിവിക്ക് നമ്മൾ വലിയൊരു തുക അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ 53 ലക്ഷം എന്നാണ് പറഞ്ഞത്, പക്ഷെ അത് നമ്മൾ വോയിസ് കേട്ടതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. 43 ലക്ഷം രൂപയാണ് നമുക്ക് ഹാർവസ്റ്റ് ടിവിക്ക് കൊടുക്കുവാനുള്ളത്. പക്ഷെ അതിനകത്തുനിന്ന് ഒരു 10 ലക്ഷം രൂപ ഉടൻ തന്നെ, അതായത് 1-2 ദിവസത്തിലുള്ള ഈ മാസം തീരുന്നതിന് മുൻപ് ഹാർവസ്റ്റ് ടിവിയിൽ നമ്മളത് എത്തിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നവംബർ മാസം മുതൽ മുൻപോട്ട് ഈ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ കുടുംബാംഗങ്ങളും, ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും ദൈവം താങ്കളെ അനുഗ്രഹിച്ച് ആ അനുഗ്രഹത്തിൽ നിന്ന് ഒരു നന്മ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അതിൻ്റെ ആ തടസ്സം കൂടാതെ എത്തിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രേയിങ് കേരള അക്കൗണ്ട് ഡീറ്റെയിൽസ് സ്ക്രീനിൽ ഞങ്ങൾ നൽകി തരുന്നുണ്ട്. അത് ഒന്നെങ്കിൽ ഫോട്ടോ എടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ആ 5000 അവസാനിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ ഈ ഫോട്ടോ ഞങ്ങളത് ഷെയർ ചെയ്തു വരുവാൻ സാധിക്കും. യേശു പ്രവർത്തിക്കുന്ന കർത്താവ് അല്ലെ? ആ 4 മക്കളെയും കർത്താവ് ഉയർത്തിയതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാ മക്കളെയും കർത്താവ് ഉയർത്തേണ്ടതിന് വേണ്ടി നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. നാളെ നമ്മുടെ പ്രേയിങ് കേരള കുടുംബയോഗം തിരുവല്ലയിൽ വെച്ച് നടക്കുന്നു. തിരുവല്ല ബിലീവേഴ്സ് യൂത്ത് സെൻറ്ററിൽ വെച്ച് രാവിലെ 9:30 മുതൽ 4 മണി വരെയാണ് കുടുംബയോഗം നടക്കുന്നത്. നാളെ അതേ ഹോളിൽ വെച്ച് തന്നെ
തന്നെ ആ കുടുംബയോഗം 4 മണിക്ക് തീരുന്നു. 5 മണി മുതൽ 6:30 വരെയുള്ള സമയത്ത് നമ്മുടെ യൗവനക്കാരായ മക്കൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന അവിടെ ഉണ്ടാകും. പ്രത്യേകിച്ച് എക്സാമിൻ്റെ സമയമൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കുവാനും ജോലിക്കും ഒക്കെ പോകാൻ കാത്തിരിക്കുന്ന മക്കളുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കറിയാം തിരുവല്ലയിൽ അനേകം മക്കളൊക്കെ അവിടെ വരുമ്പോൾ അവരുടെ പാസ്പോർട്ടുമായിട്ടൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം അതിലൊക്കെ വിസ നൽകി കൊടുത്തു. ആ മക്കളൊക്കെ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിലും ജോലിയിലും ഒക്കെ ആയിരിക്കുന്നു. ദൈവം അവരെയൊക്കെ കാത്തു സൂക്ഷിക്കട്ടെ. അപ്പോൾ തന്നെ ഈ ശനിയാഴ്ച നമുക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ വെച്ച് നമ്മുടെ കുടുംബയോഗമുണ്ട്. സാധാരണ ട്രിവാൻഡ്രത്ത് 2 സ്ഥലത്താണ് കുടുംബയോഗം നടക്കുന്നത്. പക്ഷേ ഈ നവംബർ 1-ാം തീയതി ശനിയാഴ്ച ട്രിവാൻഡ്രത്ത് സത്യൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് മാത്രമേ പ്രാർത്ഥന ഉണ്ടായിരിക്കുകയുള്ളൂ. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കുടുംബയോഗം ഉണ്ടായിരിക്കും. അടുത്ത ചൊവ്വാഴ്ച 4-ാം തീയതി നമുക്ക് റാന്നിയിലും പത്തനംതിട്ടയിലും കുടുംബയോഗമുണ്ട്. നവംബർ 5-ാം തീയതി ബുധനാഴ്ച തൊടുപുഴയിലും എറണാകുളത്തും കുടുംബയോഗമുണ്ട്. 6, 7, 8 തീയതികളിലാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ നന്മയ്ക്കായുള്ള അടയാളം അങ്ങ് ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിനായി കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ. സാമ്പ്രദത്തിനു വേണ്ടിയും പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കണം. അമേരിക്കയിലായിരിക്കുന്നല്ലോ, അമേരിക്ക വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്. അവിടെയുള്ള കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാനുള്ള നമ്പർ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള സൗകര്യം അതുമൂലം ക്രമീകരിക്കുവാൻ സാധിക്കും. സാമ്പ്രദത്തിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈങ്കേലയ്ക്ക് ആ ഹാർവസ്റ്റിക്ക് കൊടുക്കാനുള്ള പണം ദൈവം നമുക്ക് നൽകി തരട്ടെ. ഉടൻ തന്നെ ആ 10 ലക്ഷം രൂപ കൊടുക്കുവാനും അല്ല 43 ലക്ഷം രൂപയുടെയും ബാധ്യതയിൽ നിന്നും കർത്താവ് നമ്മളെ രക്ഷിക്കേണ്ടതിനും അപ്പോൾ തന്നെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാമൂഹ്യനായി പ്രാർത്ഥിക്കുന്നു. അവിടെ നടക്കുന്ന മീറ്റിങ്ങിനായി എല്ലാം പ്രാർത്ഥിക്കുന്ന ആരോഗ്യം ബലവും കൊടുക്കണമെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കുന്നു. അവിടെ വരുന്നവർക്ക് എല്ലാം കർത്താവിൻ്റെ അനുഗ്രഹം കൊടുക്കുമാറാണെന്നെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ ആ ജപ്തി നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പൈസ അടയ്ക്കാനുള്ള എല്ലാ കൃപയും കർത്താവെ അങ്ങ് കൊടുക്കുന്നതിനായി സ്തോത്രം. പ്രയോഗിക്കാനുള്ള ആവശ്യത്തിന് എല്ലാം വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത് അടയ്ക്കാനുള്ള പൂർണ്ണമായിട്ട് അടയ്ക്കാനുള്ള കർത്താവെ ആ സാമ്പത്തികം യേശുവിൻ്റെ നാമത്തിൽ അത് തരുന്നതിനായി ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്ത് വാഴ്ത്തുന്നു. കർത്താവെ ഇപ്പോൾ സകല രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കും. ശരിക്കും പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക്, അസുഖമായി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്നു. പഠിച്ച് കർത്താവ് പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പിള്ളേർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. നല്ല ജോലി അവർക്ക് ലഭിക്കാൻ ഇടയാക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപിതാവേ, യൗവനക്കാരായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പഠനത്തിൽ മികവ് കാട്ടുവാൻ അവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനാൽ ഓരോ മക്കളെയും നിറച്ച് അനുഗ്രഹത്തോടെ അവർ വാഴുവാൻ ഇടയാകട്ടെ. കർത്താവെ, ജോലിക്കായി ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് അവരെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവമേ വേണ്ട വഴികൾ അവർക്ക് തുറന്നു കൊടുക്കണം. ഇൻ്റർവ്യൂ ലഭിക്കാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, യേശുവിൻ നാമത്തിൽ കർത്താവെ അവർക്ക് തക്ക സമയത്ത് ആ ഇൻ്റർവ്യൂ ലഭിക്കാനും അത് പാസ്സാകുവാനും അവർക്ക് ജോലി ലഭിക്കാനും ഇടയാകേണ്ടതിന് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലി ലഭിച്ചിട്ട് ശമ്പളം ലഭിക്കാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഉയർച്ച ലഭിക്കാതെ വിഷമിക്കുന്നവരുണ്ട്. യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ വലങ്കരത്തിലേക്ക് ഞങ്ങൾ അവരെ ഏൽപ്പിക്കുമ്പോൾ പാറമേൽ എന്നെ ഉയർത്തുന്ന ദൈവമേ, അങ്ങയുടെ കരുതൽ അവർ കുഞ്ഞുങ്ങൾ അനുഭവിപ്പാനിടയാകട്ടെ. സ്വർഗത്തിലെ ദൈവമേ, വേണ്ടും പോലെ പ്രാർത്ഥിപ്പാനുള്ള കൃപ എല്ലാവരുടെ മേലും പകരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഭയത്തിന് അടിമകളായിരിക്കുന്നവരുണ്ട്. വീട് ലഭിക്കാത്തവരുണ്ട്. സ്വർഗത്തിലെ ദൈവമേ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വലങ്കരം ആ കുടുംബങ്ങളിൽ വസിക്കേണ്ടത് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വസിച്ച് അവരെ അനുഗ്രഹിച്ച് അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനിടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we pray this morning for each of our brothers and sisters. We pray for our sons and daughters, Lord God. We pray for finance for every homes, Lord, this morning, Lord. Lord Jesus, I pray that every debt will be cancelled today, Lord God Jesus. Lord God, we pray for a supernatural providence for us, Lord God, for paying off the 10 lakhs, Lord Jesus. Lord God, I pray that you shall give it to us at the right time, O Lord God. Almighty Father in heaven, we just pray for our sons and daughters who are going for job interviews today, Lord. Lord, we pray and we bless them for their promotions, Master. We pray for salary increments for them, Lord. All this we ask your holy name. Pray, amen. ആമേൻ. സഞ്ജയ്, അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് വിമല അറിയിച്ചത് അനുജത്തിയുടെ മകന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇന്ന് ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് ആലപ്പുഴയിൽ നിന്നും വത്സമയെ അറിയിച്ചിരിക്കുന്നത് ക്യാൻസർ നിമിത്തം വളരെ വിഷമിക്കുന്നു. ആമീൻ സ്തോത്രം. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ തന്നെ മകൻ്റെ പഠനം അത് അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇത് കോട്ടയത്തു നിന്നും ബിനു നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇവരുടെ
പരിചയത്തിലുള്ള ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇപ്പോൾ ICUവിലാണ്. പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്നു. മകന് ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നു. അത് പൂർണ്ണമായിട്ട് നല്ലതായിട്ട് പഠിക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്നു. കസിൻ രമണി സ്ട്രോക്ക് വന്ന് ഇപ്പോൾ ICUവിലാണ്. തിരുവനന്തപുരത്ത് നിന്നും മേരിക്കുട്ടിയാണ് ഈ വിവരം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. സന്നിധിയായ അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ലഭിക്കുന്നു. നമുക്ക് ഒരുമിച്ച് അവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ക്യാരിങ് സ്റ്റേജിലായിരിക്കുന്ന അനേക സഹോദരിമാരുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട്. ഇത് കോട്ടയത്ത് നിന്നും ഒരു സഹോദരി അറിയിച്ചത് 1.5 മാസം ക്യാരിങ് ആയിരിക്കുന്ന സമയം സ്കാനിങ്ങിൽ കുട്ടിയുടെ വളർച്ചയിലെ പ്രോബ്ലം, ബുദ്ധിമാന്ദ്യം, അംഗവൈകല്യം ഉണ്ടാകുവാൻ 95% സാധ്യത എന്ന് പ്രശസ്തമായ 2 ഹോസ്പിറ്റലിൽ ഇവരോട് പറഞ്ഞു. മാത്രമല്ല ഈ കുട്ടിയെ അബോർഷൻ ചെയ്ത് കളയണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ വളരെ വിഷമത്തിലൂടെ ഈ കുടുംബം കടന്നു പോകുന്ന സമയത്തായിരുന്നു ആദ്യമായിട്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഇവർ പങ്കെടുക്കാനിടയായി തീർന്നത്. അനേകരെ കർത്താവ് സൗഖ്യമാക്കുന്ന സാക്ഷ്യം കേട്ടപ്പോൾ ഈ കുടുംബം ചെയ്ത എടുത്തൊരു തീരുമാനം സന്നിച്ചായ കുട്ടിയെ അബോർഷൻ ചെയ്ത് കളയാൻ ഇവർ തീരുമാനം എടുത്തില്ല. മറിച്ച് കർത്താവിൽ ആശ്രയിച്ച് അതിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിച്ചത്. എല്ലാ ദിവസവും പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഒരു തുള്ളി എണ്ണ എടുത്ത് വയറ്റിൽ പുരട്ടി ചേർന്ന് പ്രാർത്ഥിക്കും. സണ്ണിച്ച ഡോക്ടേഴ്സ് പറഞ്ഞതല്ല സംഭവിച്ചത്. സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ കർത്താവ് അവർക്ക് നൽകി. ഇപ്പോൾ മറ്റൊരു കുഴപ്പങ്ങളുമില്ല. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയും അറിയിച്ചിരിക്കുന്നു. പാലക്കാട് വന്ന ഒരു മകൾ പറഞ്ഞ സാക്ഷി, ആ മകളുടെ മരുമകൾക്ക് 3 പ്രാവശ്യം അബോർഷനായി. 3 പ്രാവശ്യം അബോർഷൻ. അത് കഴിഞ്ഞിട്ടാണ് ഇവർ പ്രേം കേരള കാണാൻ തുടങ്ങിയത്. പ്രേം കേരള കാണാൻ തുടങ്ങിയപ്പോൾ ഉറപ്പായി അടുത്ത പ്രാവശ്യം 4ാമത്തെ പ്രാവശ്യം ഗർഭം ധരിച്ചപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഇതെല്ലാം ബ്ലീഡിങ് ഒക്കെ ഉണ്ട്, അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അവർക്കൊരു ഉറപ്പ്, കർത്താവ് എന്നെ സഹായിക്കും, കർത്താവ് എനിക്ക് നല്ലൊരു കുഞ്ഞിനെ തരും എന്നാൽ അവൾ ഉറപ്പായിട്ട് പ്രാർത്ഥിച്ച് അബോർഷൻ ചെയ്ത് കളഞ്ഞില്ല. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എണ്ണയും വെള്ളമൊക്കെ വയറ്റിലൊക്കെ തടവിക്കൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ അവർക്ക് ദൈവം കൊടുത്തു. തീർച്ചയായിട്ടും സഞ്ജ, മക്കളില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് അവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ക്യാരിങ് സ്റ്റേജിലായിരിക്കുന്ന സഹോദരിമാർ, ഇതുപോലെ പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ പോകുന്നവർ ഇപ്പോൾ ഈ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. മാത്രമല്ല ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ പോകുന്ന അനേക കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജനിച്ചപ്പോൾ മുതൽ തളർന്നു കിടക്കുന്ന, അല്ലെ കാഴ്ചശക്തി ഇല്ലാത്ത, അംഗവൈകല്യങ്ങളിലൂടെ ഒക്കെ പോകുന്ന കുട്ടികളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ആ ഓരോ കുഞ്ഞിനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ അറിയിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ ഓൾട്ടറിലുണ്ട്. 2013 ഫെബ്രുവരി ആരംഭ ദിവസം മുതൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അറിയിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ ആ ടേബിളിലുണ്ട്. ഇത് കഴിഞ്ഞ 2 മാസം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അറിയിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ടേബിളിലുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കും. നമ്മുടെ പേരുകൾ സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബവും, ഓരോ വ്യക്തിയും, ഓരോ മകനും മകളും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് ക്യാരിങ് സ്റ്റേജിലായിരിക്കുന്ന സഹോദരിമാർ, ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ, അവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ക്രിട്ടിക്കൽ ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹാർട്ട് അറ്റാക്ക് വന്നവരെ കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കർത്താവെ, ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ സൗഖ്യമാകുന്ന മുഴകൾ, ആ തടിപ്പുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു. വയർ സംബന്ധമായ രോഗത്തിലൂടെ കടന്നു പോകുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ന്യൂമോണിയ ബാധിച്ച് അത്യാസന്ന നിലയിലായി പോയിരിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. കർത്താവെ, ക്യാരിങ് സ്റ്റേജിലായിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവെ പ്രസവിക്കാനുള്ള കൃപ കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് ലഭിക്കട്ടെ. ആ കർത്താവെ, ക്യാരിങ് സ്റ്റേജിലുള്ള ഡയബറ്റിക്സ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു. ആ കിഡ്നിയുടെ പ്രയാസം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. വയലിൽ കർത്താവെ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയില്ല എന്ന് പറഞ്ഞെങ്കിൽ കർത്താവെ, ആ കുഞ്ഞിനെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാനുള്ള കൃപ കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് ലഭിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ്, ക്രിട്ടിക്കൽ സ്റ്റേജിൽ ICUവിലെ വെന്റിലേറ്ററിലായിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ സൗഖ്യമാക്കുന്നു. ക്യാൻസർ ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരെ സൗഖ്യമാക്കുന്നു. ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരെ സൗഖ്യമാക്കുന്നു. ബുദ്ധി വൈകല്യങ്ങളുടെ, അംഗവൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരെ സൗഖ്യമാക്കുന്ന കർത്താവെ, അങ്ങ് നൽകുന്ന സൗഖ്യത്തെ ആ ഓരോ കുട്ടിയിലേക്കും ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് കർത്താവ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ICUവിൽ വെന്റിലേറ്ററിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇപ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ച കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാൽവറിയിൽ അവിടുന്ന് പൂർത്തീകരിച്ചെടുത്ത സൗഖ്യത്തെ, വിടുതലിനെ, ദൈവശക്തിയെ കൊണ്ടുവരുന്നു, സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശു സ്വതന്ത്രനാക്കി, ഹല്ലേലൂയ. മരണത്തെ നീക്കിതാൻ
സിസ്റ്റർ രജനി എന്ന് പറയുന്ന സഹോദരി നമ്മെ അറിയിച്ചത് പപ്പയ്ക്ക് കുറേ നാളുകളായി ചില പ്രയാസങ്ങളിലൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നു, മരുന്ന് കഴിക്കുന്നു, പക്ഷേ ഈ പ്രയാസം മാറുന്നില്ല. അപ്പോൾ വീണ്ടും പല ടെസ്റ്റുകൾക്കൊക്കെ ഡോക്ടേഴ്സ് പറയാൻ തുടങ്ങി. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഡോക്ടർമാർക്കൊരു സംശയം, പപ്പയ്ക്ക് ക്യാൻസർ ആണോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പപ്പയ്ക്ക് ക്യാൻസർ ആണ്. ഇവരത് റിപ്പോർട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെയധികം അങ്ങ് തകർന്നു പോയി. പപ്പയ്ക്ക് ക്യാൻസർ ആണെന്ന് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. അപ്പോൾ പിന്നീട് ഈ പപ്പയെ RCCയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആ ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ അവർ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവരോട് ആരോ പറയുന്നത് പ്രയിങ്കൽ എന്നൊരു പ്രാർത്ഥനയുണ്ട്, അവിടേക്ക് വിളിച്ച് പപ്പയുടെ വിവരം പറയേ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രയിങ്കലിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചു. ചേർന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ ഇവരെ 4/10/2025 നേരിട്ട് കാണുമ്പോൾ പറഞ്ഞ കാര്യം, പ്രയിങ്കലെ ചേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ പപ്പ 100% ക്യാൻസറിൽ നിന്ന് സൗഖ്യമായി. അദ്ദേഹം ഇന്ന് നല്ല ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. പ്രയിങ്കല പ്രാർത്ഥന പരിചയപ്പെടുത്തി കൊടുത്തതിനും പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും ഒക്കെ പ്രയിങ്കല കുടുംബങ്ങൾ ഓരോരുത്തരോടും ഉള്ള നന്ദിയും ആ പ്രിയപ്പെട്ടവർ അറിയിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ച വാക്യം യോഹന്നാൻ 14:1 ലെറ്റ് നോട്ട് യുവർ ഹാർട്ട്സ് ബി ട്രബിൾ, ബിലീവ് ഇൻ ഗാഡ് ആൻഡ് ബിലീവ് ഇൻ മീ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീന. അത് ശരിക്കും കർത്താവ് ഒരു കൽപ്പനയായിട്ട് പറയുന്നൊരു കാര്യമാണ്. ക്രൂശീകരണത്തിൻ്റെ തലേരാത്രി ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം യേശു കർത്താവ് അവരെ കൂടെ കൊണ്ട് നടന്ന് ആഹാരവും കൊടുത്ത് വെള്ളവും കൊടുത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്ത് യേശുവിലുള്ള അവരുടെ വിശ്വാസത്തെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് യേശു കർത്താവിൻ്റെ ക്രൂശിമരണം വരുന്നത്. അപ്പോൾ ക്രൂശിമരണം വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി എല്ലാം തീർന്നു, ഞങ്ങളുടെ ലോകം തീർന്നു, യേശു ഞങ്ങളെ വിട്ടിട്ട് പോകുകയാണെന്ന്. ആ സമയത്താണ് യേശു അവരോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് യേശു പറയുന്നു. അതൊരു കൽപ്പനയായിട്ടാണ് പറയുന്നത്, അല്ലേ? കർത്താവിൻ്റെ വചനം നിർദ്ദേശങ്ങളുടെ പുസ്തകം മാത്രമല്ല, കൽപ്പനയുടെ പുസ്തകമാണ്. ബൈബിൾ ഇസ് നോട്ട് എ ബുക്ക് ഓഫ് സജഷൻസ് ബട്ട് എ ബുക്ക് ഓഫ് കമാൻഡ്മെന്റ്സ്. അപ്പം നമുക്ക് ഈ മർക്കോസിൻ്റെ സുവിശേഷം 4:37-38 കലങ്ങിപ്പോകേണ്ട സാഹചര്യം യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ യേശു കർത്താവ് അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? And a great windstorm arose, and the waves beat into the boat so that it was already filling. But he was in the stern, asleep on a pillow. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഈ ഒരു സെന്റൻസ് 38ാമത്തെ വാക്യം മർക്കോസ് 4:38. ഈ ഒരു ഭാഗം, ഈ ഒരു വാചകം മർക്കോസ് അല്ലാതെ വേറെ ആരും എഴുതിയിട്ടില്ല. എന്താണ്? യേശു കർത്താവ് തലയിണ വെച്ച് അമരത്ത് കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ യേശു കർത്താവ് തലയിണ വെച്ച് അമരത്ത് കിടന്നു ഉറങ്ങിയ സമയത്ത് ചുറ്റും എന്താ നടന്നുകൊണ്ടിരുന്നത്? ഒരു ചുഴലിക്കാറ്റ്, ഈശാനമൂലൻ പോലെ ഉള്ള ഒരു ചുഴലിക്കാറ്റ് ആ പടകിന് എതിരെ വന്നു. ഒന്ന് നോക്കണം, പടക് ചെറുതാണ്, എത്രയോ ഹൈ സ്പീഡിലാണ് ഈ ചുഴലിക്കാറ്റ് വരുന്നത്. ഈ വെള്ളം മുഴുവൻ പടകിൻ്റെ അകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഭാവനയെ കണ്ടപ്പോൾ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും യേശു കർത്താവ് ആ തലയിണയിൽ സുഖമായിട്ട് കടന്നുറങ്ങി. യേശു കർത്താവിന് അറിയത്തില്ലായിരുന്നു സിനു ബ്രദറെ, യേശു കർത്താവിന് അറിയായിരുന്നു. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന നമ്മുടെ കർത്താവിന് അറിയാമായിരുന്നു ഇതെല്ലാം വരാൻ പോക. പകുതി വഴിക്ക് വെച്ച് സംഗതികളെല്ലാം തിരിയും, അവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. എങ്കിലും യേശു കർത്താവ് തലയിണ എടുക്കാൻ മറന്നില്ല. ഹല്ലേലൂയ. ജീസസ് നെവർ ഫോർഗോട്ട് ടു ടേക്ക് ദ പില്ലോ. അപ്പൊ അതാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറയുന്നത്. എന്തു വന്നാലും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു കർത്താവ് തലയിണ വെച്ച് കിടന്ന് ഉറങ്ങി. കൊടുങ്കാറ്റിൻ്റെ നടുവിൽ, തിരമാലയുടെ നടുവിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. അതിന് കാരണം എന്താ? ദൈവത്തിൽ, പിതാവായ ദൈവവുമായിട്ട് യേശു കർത്താവിൻ്റെ ബന്ധത്തിൻ്റെ ആ ദൃഢതയെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ
അതെ സുനിശ്ചിതേ, ശരിക്കും നമുക്ക് ഇതുപോലെയുള്ള വെല്ലുവിളിയും പ്രയാസം വരുമ്പോൾ ശരിക്കും നമ്മൾ ഹൃദയമൊക്കെ കലങ്ങിപ്പോകും. പക്ഷെ കർത്താവ് നമ്മളോട് പറഞ്ഞൊരു കൽപ്പന, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട. കാര്യം ആ വിഷയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്കറിയത്തില്ല, കൊടുങ്കാറ്റും ആ തിരമാല ഇളകുന്നതും ആ പടകും അതൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ കർത്താവിന് അതിനപ്പുറയിലേക്ക് എന്തെന്ന് അറിയാൻ പറ്റും. സുനിശ്ചിത ഇപ്പോൾ പറഞ്ഞാൽ ആദിയിൽ തന്നെ അവസാനം അറിയുന്ന ഒരു കർത്താവ് ഈ ഒരു കുടുംബം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് വലിയൊരു തുക പണം കടം ബാങ്കിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാതെ അവർക്ക് ജപ്തി വന്ന് നിൽക്കുക, ജപ്തിയുടെ എത്തി നിൽക്കുക. എന്ത് ചെയ്യണമെന്നറിയാൻ മേല അങ്ങ് ഭ്രാന്ത് പിടിച്ച സ്റ്റേജിൽ അവർ ആയിരിക്കുമ്പോൾ ഇവരോട് ആരോ പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു വേണ്ടെന്ന്. അതേ യേശു തന്നെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതേ യേശു ആ ചുഴലിക്കാറ്റിൽ സമാധാനത്തോടെ ഇറങ്ങി. ആ വിഷയത്തിൻ്റെ നടുവിൽ ഇവർക്ക് സമാധാനം യേശു നൽകി കൊടുത്തു. എന്ന് മാത്രമല്ല സുനിശ്ചേ, ആ കടം ആ ജപ്തി പറഞ്ഞ ദിവസത്തിന് മുൻപ് ആ മുഴുവൻ തുക അടയ്ക്കുവാൻ കർത്താവ് ആ കുടുംബത്തെ സഹായിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവ്. ആ കർത്താവ് പറഞ്ഞ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട. ആമേൻ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, യേശു കർത്താവിന് വേണമെങ്കിൽ അവിടെ ഉണർന്നിരിക്കാം അല്ലേ? അവിടെ കണ്ണും തുറന്ന് വരാൻ പോവുക, കൊടുങ്കാറ്റ് വരാൻ പോവുക. അത് ആ വശത്തൂന്നാണോ ഈ വശത്തൂന്നാണോ മുമ്പിൽ കൂടാണോ പുറകിൽ കൂടാണോ, ഇതൊക്കെ വേണമെങ്കിൽ നോക്കിയിരിക്കാം യേശു കർത്താവ്. പക്ഷെ യേശു കർത്താവ് ഒന്നും ബോദർ ചെയ്തില്ല. വരുന്നതൊക്കെ വരട്ടെ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ കാവൽ ചെയ്യുന്ന എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. എന്നെ കർത്താവ് ഉള്ളും കയ്യിൽ സൂക്ഷിക്കും. അതുകൊണ്ടാണ് തലയിണ എടുക്കാൻ മറന്നില്ല, തലയിണയിൽ കിടന്ന് ഉറങ്ങാൻ മറന്നില്ല, സുഖമായിട്ട് കർത്താവ് അവിടെ കിടന്നുറങ്ങി. അതുപോലെ തന്നെ ഒരു സംഭവം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 12:6 വായിക്കുന്നു. അടുത്ത ദിവസം പത്രോസിനെ കൊല്ലാൻ പോകുകയാണ്, അടുത്ത ദിവസം. പക്ഷെ പത്രോസ്, വാട്ട് വാസ് ദ പൊസിഷൻ ഓഫ് പീറ്റർ ഇൻ ദ പ്രിസൺ? അപ്പോസ്തല പ്രവൃത്തി 12:6. ഹെരോദാവ് പത്രോസിനെ ജനത്തിന് മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുൻപിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ, ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സ് 6 എഴുതിയിരിക്കുന്ന, പീറ്റർ വാസ് സ്ലീപ്പിംഗ് bound with 2 chains between the 2 soldiers and the guards before the door were keeping the prison. നോക്കിക്കേ, 2 പടയാളികളുടെ നടുവിൽ, ആമേൻ, 2 കൈയും ചങ്ങല, 2 കാലും ചങ്ങലയിലാണ്. പക്ഷെ 2 പടയാളികളുടെ നടുവിൽ കടന്ന് പത്രോസ് കൂർക്കം വലിച്ചു കിടന്ന് ഉറക്കമാണ്. അടുത്ത ദിവസം കൊലപ്പെടാൻ പോകുക. അത് പത്രോസ് നന്നായിട്ട് അറിയാം, കൊലപ്പെടാൻ പോകുന്ന ദിവസമാ. പക്ഷെ അത് നടക്കത്തില്ല. കാരണം ദൈവം, ആമേൻ, എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എന്നിൽ കൂടെ നിറവേറേണ്ടത് നിറവേറ്റാതെ ഈ സംഭവം നടക്കത്തില്ല. അപ്പൊ നോക്കിക്കേ, അതാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആമേൻ. എന്നിലും വിശ്വസിപ്പിന്, ദൈവത്തിലും വിശ്വസിപ്പിന്. അപ്പോൾ സ്വസ്ഥതയില്ലാത്ത സാഹചര്യത്തിന്റെ നടുവിലും സ്വസ്ഥമായിട്ട് ആമേൻ നമ്മുടെ ജീവിതം നയിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളതാണ് യേശു കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദാനം. നിനക്ക് ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. You have tribulation in this world എന്ന കർത്താവ് പറഞ്ഞു. ഉണ്ട് എന്ന് പറഞ്ഞു. ആമീൻ. ഈ ലോകത്തിൽ നിനക്ക് ട്രിബുലേഷൻ ഉണ്ട്. ട്രിബുലേഷൻ എന്നുള്ള വാക്ക് ഗ്രീക്കിൽ ട്രിബ്യൂലം എന്നുള്ളൊരു പദമാണ്. അത് ട്രിബ്യൂലം എന്ന അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് ഗോതമ്പും എന്താ പറയുന്ന അതിൻ്റെ ഉമിയും കൂടെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ട്രിബ്യൂലം. അപ്പോൾ ട്രിബുലേഷന്റെ ഗ്രീക്ക് വേർഡാണ് ട്രിബ്യൂലം ട്രിബുലേഷൻ എടുത്തിരിക്കുന്നത് ട്രിബ്യൂലം എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഗോതമ്പിനെയും ഉമിയെയും അല്ലെ അരിയെയും ഉമിയെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. അപ്പൊ ട്രിബ്യുലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ നമ്മുടെ അകത്തൂടെ കയറി ഇറങ്ങുന്ന ഒരു മൂർച്ചയേറിയ ഒരു ഉപകരണം പോലെ കയറി ഇറങ്ങി നമ്മളെ ശരിപ്പെടുത്തി എടുക്കുന്ന ഒരു സംഭവമാണ് ട്രിബുലേഷൻ. പക്ഷെ പറയുന്നു, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ട്രിബുലേഷൻ ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ കലങ്ങി മറിയുന്ന സിറ്റുവേഷനിലും
കലങ്ങാതെ തലയിണ വെച്ച് കിടന്നുറങ്ങാൻ കർത്താവ് നമ്മളെ ഓരോ ദിവസവും സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന കേരളത്തിലും Amen. ഇന്ന് അനേക കുടുംബങ്ങളുണ്ട്. ഇളകി മറിഞ്ഞ് ജീവിതത്തിൽ എന്താ പറയുന്ന ഒരു വെളിച്ചം കാണാതെ ഇരുട്ടിലായിരിക്കുന്നവർക്ക് ഇന്ന് കർത്താവ് പറയുകയാണ്, ആമീൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. യേശുവിൽ തന്നെ വിശ്വസിക്കുക, യേശുവിൽ തന്നെ ആശ്രയിക്കുക. നിങ്ങളുടെ സ്ഥിതിക്കെല്ലാം കർത്താവ് മാറ്റം തരുന്നു. അതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുന്നത് എന്തുവാ? ജീവിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്, പ്രവർത്തിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്, മറുപടി തരുന്ന ഒരു യേശു കർത്താവുണ്ട്, കൈവിടാത്ത ഒരു യേശുവുണ്ട്, ഉപേക്ഷിക്കാത്ത ഒരു യേശുവുണ്ട്. അതേ സിസ്റ്ററെ, ശരിക്കും നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന കാര്യം നമുക്കറിയാം. ഒരു മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുക, ഒരു വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുക. ഒത്തിരി വെല്ലുവിളികളും പ്രശ്നങ്ങളൊക്കെയാണ് കടന്നു പോകുന്നത്. പ്രിയങ്കയിലെ വരുന്ന പ്രാർത്ഥനാ വിഷയത്തിനകത്ത് നല്ലൊരു ശതമാനം ആൾക്കാർ വരുന്നു, രാത്രി ഉറക്കമില്ലെന്ന് പറഞ്ഞു, മരുന്ന് കഴിച്ചിട്ട് പോലും ഉറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ വിഷയങ്ങളിൽ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്ന ആ വിഷയങ്ങളുടെ നടുവിലും സമാധാനത്തോടെ ഉറങ്ങുവാൻ നമ്മെ സഹായിക്കുന്ന കർത്താവ്, ആ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും മതിയായവനാ. യേശു വിഷയങ്ങളുടെ നടുവിൽ സമാധാനത്തോടെ ഉറങ്ങി. യേശുവിൽ വിശ്വസിച്ച പത്രോസും സമാധാനത്തോടെ ഉറങ്ങി. യേശുവിൽ വിശ്വസിക്കുന്ന നമുക്കും ഉറങ്ങുവാൻ സാധിക്കും, സമാധാനത്തോടെ ഉറങ്ങുവാൻ. ഇപ്പൊ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. ധാരാളം പേരുണ്ട്, മരുന്ന് കഴിച്ചാൽ ഉറങ്ങാത്തവരുണ്ട്, അല്ലാതെ ഉറങ്ങാത്തവരുണ്ട്. ടെൻഷനാണ്, വെറുതെ ടെൻഷനാണ്. രാത്രിയും രാവിലെ ഒക്കെ ഇങ്ങനെ ഭീതി ആദി പിടിച്ച് നടക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വസിക്കുന്ന ദൈവമാണ്. യേശു കർത്താവിനോട് പറയും, യേശുവേ കർത്താവേ, അവിടുത്തെ കയ്യിലേക്ക് എൻ്റെ ഭാരത്തെ സമർപ്പിക്കുന്നു. ചിലർക്ക് അറിയത്തില്ല യേശുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത് നമുക്ക് ഒരു വാക്കിൽ പറയട്ടെ, യേശു കർത്താവിനോട് ഒന്ന് ഹൃദയം തുറന്ന് പറഞ്ഞാൽ മതി, കർത്താവായ യേശുവേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വരണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ യേശുവേ ഞാൻ അങ്ങേയ്ക്കായി ഞാൻ തുറന്നു തരുന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ തുറന്നു തരുന്നു. എൻ്റെ ഉള്ളത്തിൽ വരണമേ കർത്താവെ, അവിടുത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ ഭാരമെല്ലാം യേശുവേ അങ്ങയുടെ ചുമലിൽ ഏൽപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റെടുക്കുന്ന യേശു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിറയുവാനിടയാകും. അതെ സിസ്റ്റർ, നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രാർത്ഥന തത്സമയം പങ്കെടുക്കുന്ന കുടുംബാംഗങ്ങൾ, ഇതിനുശേഷം യൂട്യൂബിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും യേശു അനുഗ്രഹിക്കട്ടെ. ആ വിഷയത്തിന് മറുപടി നൽകി തരട്ടെ. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവായ യേശുവേ, ഇന്ന് ഞങ്ങൾ ഉറക്കമില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ അമ്മമാർക്ക് വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ആ തകർന്നു പോയ ഭാര്യയ്ക്ക് വേണ്ടി, കൈവിടപ്പെട്ട് പോയ ആ ഭർത്താവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഉറക്കത്തെ നൽകുന്ന യേശുവേ, ഉറക്കം കൊടുക്കുന്ന യേശുവേ, സമാധാനത്തെ നൽകുന്ന യേശു കർത്താവെ, ഇന്ന് ഈ സമയത്ത് ഉറക്കത്തെ കെടുത്തുന്ന ആ എല്ലാ കാരണങ്ങളെയും ഞങ്ങൾ ഓരോ ജീവിതങ്ങളിൽ നിന്നും ഞങ്ങൾ പുറത്താക്കുന്നു. ഇന്ന് രാത്രി മുതൽ യേശുവിൻ്റെ നാമത്തിൽ സുഖമായ നിദ്ര ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയപിതാവേ, വിവിധ ഭാരത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കഷ്ടതയിലായി പോയവരുണ്ട്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുണ്ട്, തീരാവ്യാധികളാൽ കിടക്കമേലായി ഇരിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സുഖനിദ്ര അവർക്ക് നൽകേണ്ടതിനായി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ വാക്ക് കർത്താവെ ഓരോർത്ത് വിശ്വസിച്ച് എഴുന്നേൽപ്പാനിടയാകട്ടെ. കർത്താവായ യേശുവെ, ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനിടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ആമേൻ. സണിജായ, ഇന്ന് ബുധനാഴ്ച, എല്ലാ ബുധനാഴ്ചയും നമ്മൾ പ്രകൃതിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനേക കർഷകർ ഈ പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കുടുംബയോഗങ്ങളൊക്കെ നടക്കുമ്പോൾ ധാരാളം കാർഷിക വിളകളുമായിട്ട് അവർ കടന്നു വരുന്നു. പലപ്പോഴും ആ കൃഷിഭൂമികളൊക്കെ വലിയ നഷ്ടത്തിലൂടെയൊക്കെ പോകുന്ന സമയത്തായിരിക്കും എണ്ണയും വെള്ളവും പ്രാർത്ഥിക്കുന്ന സമയത്ത് എണ്ണ അല്ലെങ്കിൽ വെള്ളം പ്രാർത്ഥിച്ച് അവിടെ കൃഷിയിടങ്ങളിൽ തളിക്കുന്നത്. നല്ല വിളവുകളാണ് കർത്താവ് അവർക്ക് നൽകുന്ന അനേക സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട്. മാത്രമല്ല, സൗഖ്യമില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരും ഈ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കാറുണ്ട്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രകൃതിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മാത്രമല്ല, സൗഖ്യമില്ലാതെ വിഷമിക്കുന്നവർ അവർ എണ്ണ കരങ്ങളിൽ എടുത്തിട്ടുണ്ട്, വെള്ളം കരങ്ങളിൽ എടുത്തിട്ടുണ്ട്. വിശ്വാസത്തോടുകൂടി നമ്മളത് ഉപയോഗിക്കുമ്പോൾ കർത്താവ് നൽകുന്ന സൗഖ്യവും വിടുതലും ഒക്കെ അനേക
കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അനേക സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. മകന് വെരിക്കോസ് വെയിൻ കഠിനമായിരുന്നു, മാത്രമല്ല ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിക്കുന്നു. ആമീൻ, സ്തോത്രം. ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ പ്രയാസത്തിലൂടെ പോകുന്ന സമയത്തായിരുന്നു എറണാകുളത്തും ഈ സഹോദരി എണ്ണയും വെള്ളവും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു തുള്ളി എണ്ണയെടുത്ത് ആ മകൻ്റെ ശരീരത്തിൽ പുരട്ടി ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ആ മകനെ സൗഖ്യമാക്കി. പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ചിരിക്കുമ്പോൾ 35 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. ഇവർക്ക് സ്വന്തമായിട്ട് വിൽക്കുവാൻ സ്തോത്രം അല്പം വസ്തു ഉണ്ടായിരുന്നു, പക്ഷേ പല തടസ്സങ്ങളെ വിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വിഷമിച്ച സമയത്തായിരുന്നു ഇതുപോലെ തന്നെ എണ്ണയും വെള്ളവും പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്പം വെള്ളം പ്രാർത്ഥിച്ച് അവിടെ തളിച്ചു. ആ വസ്തു നല്ല വിലയ്ക്ക് വിറ്റു. മാത്രമല്ല കടങ്ങളെല്ലാം മാറി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി നമ്മളെ അറിയിച്ചിരിക്കുന്നു. നെയ്യാറ്റിൻകരയിലുള്ള ബിനിൽ പറഞ്ഞ സാക്ഷ്യമാണ്. അദ്ദേഹത്തിൻ്റെ റബ്ബർ തോട്ടത്തിൽ വവ്വാല് വന്നിരിക്കാൻ തുടങ്ങി. 1ഉം 2ഉം അല്ല, 10,000 കണക്കിന് വവ്വാല് വന്നിരിക്കുക. അപ്പോൾ അടുത്തുള്ള കർഷകൻ പുള്ളി വാഴത്തോപ്പ് കൃഷി ചെയ്യുന്നവരാണ്, വാഴ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ ആ വാഴ കൃഷി ചെയ്യുന്നവർ പറയും, നിങ്ങളുടെ റബ്ബറിന് കുഴപ്പമില്ല വവ്വാല്, പക്ഷേ ഞങ്ങളുടെ ഇതെല്ലാം കൊത്തിക്കൊണ്ട് വവ്വാല് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഒരുമിച്ച് തീരുമാനിച്ചു, ഞങ്ങൾക്കൊരു പടക്കം പൊട്ടിച്ച് വവ്വാലിനെ തുരത്താന്ന് പറഞ്ഞു. 12,000 രൂപ. അപ്പോൾ പടക്കക്കാരൻ 12,000 രൂപ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പം അവസാനം ആയപ്പം നമുക്ക് പകുതി വീതം രൂപ ഷെയർ ചെയ്ത് പടക്കം പൊട്ടിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവസാനമായപ്പം ഈ മറ്റേ വാഴത്തോപ്പിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, നിങ്ങളുടെ ഭൂമിയിലല്ലേ വവ്വാല് വന്നിരിക്കുന്നത്, എനിക്ക് അതിനകത്ത് പങ്കില്ല, ഞാൻ മുഴുവൻ തുക നിങ്ങൾ തന്നെ മുടക്കണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ പ്രിയങ്കര പങ്കെടുക്കുന്ന അദ്ദേഹം എൻ്റെ അടുത്ത് 2 കുപ്പി വെള്ളം പ്രാർത്ഥിച്ച് അവിടെ നിന്ന് മേടിച്ചോണ്ട് പോയിട്ട് അവിടെ ആ റബ്ബർ തോട്ടത്തിൽ കൊണ്ട് തളിച്ചു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പം ഇദ്ദേഹത്തിൻ്റെ അനിയൻ അവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അനിയൻ ചോദിച്ചു, പടക്കമൊന്നും പൊട്ടിച്ചും കേട്ടില്ല, ഇപ്പം വവ്വാലൊന്നും കാണുന്നില്ലോ എന്ന്. നോക്കിയപ്പോൾ ഒരു വവ്വാലും ഒരു മരത്തിൻ്റെ മുകളിൽ ചാകാറായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു പടക്കവും പൊട്ടിക്കാതെ 2 കുപ്പി വെള്ളം കൊടുത്തപ്പോൾ 2 കുപ്പി വെള്ളം വെറുതെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ആ വവ്വാല്. തീർച്ചയായിട്ടും സണ്ണിച്ച കർത്താവിനുള്ള വിശ്വാസത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. യേശു ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ സാക്ഷ്യമുണ്ടല്ലോ, മകനെ കാലിൽ വെരിക്കോസ് വെയിൻ, മാത്രമല്ല ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിക്കുന്നു. കർത്താവിനുള്ള വിശ്വാസത്തിൽ ഒരു തുള്ളി എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു, കർത്താവ് സൗഖ്യമാക്കി. അതേ കുടുംബത്തിന് അവിടെ കൊണ്ടും സാക്ഷ്യങ്ങൾ തീരുന്നില്ല. വീട്ടിൽ പാമ്പിൻ്റെ ശല്യമായിരുന്നു. പ്രിയങ്കലയിൽ ലഭിച്ച വെള്ളം പ്രാർത്ഥിച്ചൊഴിച്ചു, ആ ശല്യം അത് മാറി. തൊട്ടടുത്ത ഭവനത്തിലെ വ്യക്തിക്ക് കിഡ്നിക്ക് പ്രോബ്ലം, ക്രിട്ടിക്കൽ സ്റ്റേജിൽ പ്രാർത്ഥിച്ച വെള്ളം അവരിലേക്ക് എത്തിച്ചു കൊടുത്തു. അവർ യേശുവിനോടുള്ള വിശ്വാസത്തിൽ അത് ഉപയോഗിച്ചു, കർത്താവ് സൗഖ്യമാക്കി. 3 ദിവസം പ്രായമായ കുഞ്ഞിനെ ന്യൂമോണിയ ബാധിച്ച ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെന്റിലേറ്ററിൽ ഈ കുഞ്ഞിനെയും സ്തോത്രം ഒരു തുള്ളി എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു, കർത്താവ് സൗഖ്യമാക്കി. അനേക സാക്ഷ്യങ്ങൾ ആ കുടുംബത്തിൽ തന്നെ അറിയിക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവർ വെള്ളം കരങ്ങളിലെടുത്തിരിക്കുന്നു, എണ്ണ കരങ്ങളിലെടുത്തിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ പ്രകൃതിയെ അനുഗ്രഹിച്ച് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വെള്ളവും എണ്ണയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃഷിയിടങ്ങളെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വെള്ളം കുടിക്കുമ്പോൾ, എണ്ണ പുരട്ടുമ്പോൾ ദൈവിക സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ, ദൈവിക സമൃദ്ധി ഉണ്ടാകട്ടെ. ആ കൃഷി സമൃദ്ധിയായിട്ട് വളരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കയ്യിരിക്കുന്ന പാസ്പോർട്ടിനൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശം പോകാനുള്ള ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പഠന ഉപകരണങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആധാരം എടുത്ത് പ്രാർത്ഥിക്കുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആ ജപ്തി നോട്ടീസിനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവ സാന്നിധ്യം കൂടിയിരിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. തങ്കച്ച പ്രിയങ്കലിൽ എല്ലാ ദിവസവും നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് 3 അധ്യായങ്ങൾ വെച്ച് വായിക്കുന്നു. ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷം 12, 13, 14 അധ്യായങ്ങളായിരിക്കും നമ്മൾ വായിക്കുന്നത്. ആ വായിക്കുന്ന വാക്കുകളിൽ ആ തിരുവെഴുത്തിലൂടെ യേശുവിനെ അനുഭവിക്കുവാനും ആ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ അനുഭവിക്കാനും കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ സാംദർ അമേരിക്കയിലായിരിക്കുന്നു. ആ സ്തോത്രം, അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട്. ആമീൻ, സ്തോത്രം. ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നേരിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. എവിടെ വെച്ച് അദ്ദേഹത്തെ കാണുവാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. സ്തോത്രം, അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അനേക പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു. മാന്നാറിൽ നിന്ന് ജോൺസ് അറിയിച്ചിരിക്കുന്ന കൊച്ചുമകൻ നെഹമ്യാവിന്റെ 7ാമത് ബർത്ത്ഡേ ആണ്. യൂട്യൂബിലെ ബിജു ജേക്കബ് അറിയിച്ചിരിക്കുന്നു, ഇന്ന് ബർത്ത്ഡേ ആണ്. ശാന്തമ്മയുടെ 60ാമത് ബർത്ത്ഡേ ആണ്. റാന്നിയിൽ നിന്നും ശാന്തമ്മ ഈപ്പൻ അറിയിച്ചിരിക്കുന്നു. മാത്യു വാട്സാപ്പിലെ മരുമകൾ റിൻസിയുടെ 33ാമത് മകൾ സാന്ദ്രയുടെ 26ാമത് ബർത്ത്ഡേ സ്മിത റിജിയാണ് അറിയിച്ചിരിക്കുന്നത്. ശോശാമ കസിയയുടെ 10ാമത് ബർത്ത്ഡേ ആണ്. തൃശ്ശൂരിൽ സിനി അറിയിച്ചിരിക്കുന്ന മകൾ സീനായുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. സ്തോത്രം. ഇന്ന് ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ കുടുംബങ്ങൾ സന്തോഷിക്കുമ്പോൾ നമ്മളും
ആ കുടുംബത്തോട് കൂടെ ചേർന്ന് അവരോടുകൂടെ സന്തോഷിക്കുന്നു. അവരുടെ സന്തോഷത്തിന് വേണ്ടി ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ബർത്ത്ഡേസ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, സ്വർഗപിതാവേ, ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ സമാധാനം, സൗഖ്യം, സംരക്ഷണം, അനുഗ്രഹം ഓരോ വ്യക്തിയിലും കൊണ്ടുവരുന്നു. ഫാദർ, വി പ്രേ ആൻഡ് ബ്ലസ് എവ്രി വൺ ഇൻ ജീസസ് നെയിം. ലെറ്റ് യുവർ പീസ്, പ്രോസ്പെരിറ്റി, ബ്ലെസ്സിങ്സ്, ഹോൾനെസ് റെസ്റ്റ് അപ്പോൺ എവ്രി പേഴ്സൺ ആസ് വി പ്രേ ഇൻ ജീസസ് മൈറ്റി നെയിം. താങ്ക് യു ലോർഡ്. To God be the glory. In Jesus' mighty name we pray. Beloved, always remember, all of us are born and created to be winners always in Jesus. നാം എല്ലാവരും 100% വിജയത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. Have a vision for your future like an eagle. ഒരു കഴുകനെ പോലെ ഭാവിയെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ ഉള്ളവരായി തീരുക. Have an attitude of a lion. ഒരു സിംഹത്തിൻ്റെ മനോഭാവത്തോടെ ജീവിക്കുക. I am born to win. വിജയത്തിനായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചേർന്ന് പാടുന്നു.